കൊച്ചിയിൽ നടന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ പൂർണ്ണ വിജയം. 6 മണിക്കൂറിലേറെ സമയമെടുത്താണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസ് വഴിയാണ് കൊച്ചിയിൽ എത്തിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യുവിനെ ഐസിയുവിലേക്ക് മാറ്റി. 2 ദിവസം കൂടി മാത്യു വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്നും നാവികസേനയുടെ വിമാനം ഹൃദയവുമായി 7:30 കൊച്ചിയിലെത്തി. അവിടെ നിന്നും 10 മിനിറ്റ് കൊണ്ട് എറണാകുളം ലിസി ആശുപത്രിയിൽ. 8 മണിയോടെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശസ്ത്രക്രിയ ആരംഭിക്കുന്നു. പിന്നീട് പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. കൃത്യം 10 മണിയോടെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു. നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം മാത്യുവിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്ക് വളരെ നല്ലൊരു വാർത്തയാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന ഹൃദയം 3 മണിക്കൂർ 48 മിനിറ്റിനുള്ളിൽ തന്നെ ഈ മാത്യു അച്ചാടൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളൊരു നല്ലൊരു വാർത്തയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആകാംക്ഷ നിർഭരമായ മണിക്കൂറുകൾക്കൊടുവിൽ ശുഭകരമായ ആ വാർത്ത പുറത്തുവന്നു. ശസ്ത്രക്രിയ പൂർണ്ണ വിജയം. നീലകണ്ഠ ശർമ്മ ഓർമ്മയായെങ്കിലും അദ്ദേഹത്തിന്റെ നിലക്കാത്ത ഹൃദയം ഇനി മാത്യു അച്ചാടന് കരുത്തായി മിടിച്ചുകൊണ്ടേയിരിക്കും. തികച്ചും നല്ല സൂചനകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് തിയേറ്ററിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം ഹാർട്ട് ലങ് മെഷീൻ്റെ സപ്പോർട്ട് പിൻവലിച്ചിരിക്കുന്നു. ഹൃദയം സ്വന്തമായി തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം 6 മണിക്കൂർ കൊണ്ടാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. ഇതൊരു ഹൃദയ ശസ്ത്രക്രിയയിൽ നേടിയ വിജയം മാത്രമല്ല, ഈ ശസ്ത്രക്രിയ പൂർത്തീകരിക്കുന്നതിന് പങ്കുവഹിച്ച നേവിയുടെയും പോലീസിൻ്റെയും ആശുപത്രി അധികൃതരുടെയും ഇതിനോട് സഹകരിച്ച സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയം കൂടിയാണിത്. അതിനെല്ലാത്തിനുമപ്പുറം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം വിളിച്ചു വരുത്തിയ 6 മണിക്കൂർ നീണ്ടുനിന്ന ഹൃദയ ശസ്ത്രക്രിയയായി ഇതിനെ വിശേഷിപ്പിക്കാം. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.